കേരളത്തിൽ പന്തു തട്ടാൻ അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി എത്തുമെന്ന വാർത്ത ഫുട്ബോൾ ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് സ്വീകരിച്ചത്. മെസ്സിയുടെ വരവും അദ്ദേഹത്തെ കേരളത്തിലെത്തിക്കാൻ മുൻകൈയെടുത്ത റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെയും ആദ്യമൊക്കെ കുറെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയുമൊക്കെ ചെയ്തെങ്കിലും മെസ്സി വരുമെന്നുറപ്പായപ്പോൾ കളിയാക്കിയ അതേ നാവുകൊണ്ട് ജയ് വിളിച്ചവരാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ. അത്ര കണ്ട് പ്രിയപ്പെട്ടതാണ് മലയാളിക്ക് ഫുട്ബോൾ. കേരളത്തിൽ ഫുട്ബോൾ പ്രേമികൾക്ക് മെസ്സിയോട് മാത്രമല്ല സ്നേഹം, അതിൽ നെയ്മറും റൊണാൾഡോയും എംബാപ്പയും മൺമറഞ്ഞു പോയ ഇതിഹാസ താരങ്ങളായ മറഡോണയും പെലെയും തുടങ്ങി ഒരുപാട് പേരുണ്ട്. മികച്ച കളിക്കാരെ ഇരുകയും നീട്ടി സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മെസ്സിക്ക് മുൻപേ റൊണാൾഡോ ഇന്ത്യയിലെത്തുന്നു എന്ന വാർത്ത റൊണാൾഡോ ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത്. ഈ മാസം 22-ന് ഗോവയിലാണ് CR7 പന്ത് തട്ടാനെത്തുന്നത്. 22-ന് ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ നടക്കുന്ന AFC ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ റൊണാൾഡോയുടെ ടീമായ അൽ നസറും FC ഗോവയും തമ്മിലാണ് മത്സരം. ആദ്യം ഇന്ത്യയിൽ കളിക്കാനെത്തുന്ന അൽ നസർ ടീമിൽ CR7 ഉണ്ടാകില്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. എന്നാൽ പിന്നീട് റൊണാൾഡോ തീരുമാനം മാറ്റിയെന്നും ഇന്ത്യയിലേക്കുള്ള വരവിനായി വിസയ്ക്ക് അപേക്ഷിച്ചെന്നുമുള്ള വാർത്തകൾ പുറത്തുവന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇന്ത്യയിലെ കാൽപന്ത് പ്രേമികൾ 22-ന് ഗോവയിൽ നടക്കുന്ന മത്സരം കാണാൻ ഗോവയിലെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നിരവധി ആരാധകരാണ് കേരളത്തിൽ നിന്നും പുറത്തുനിന്നും റൊണാൾഡോയുടെ ടീമായ അൽ നസറും FC ഗോവയും തമ്മിലുള്ള മത്സരം നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. റൊണാൾഡോ കളിക്കാനെത്തുമെന്ന് FC ഗോവയുടെ CEO രവി പുസ്കറും വ്യക്തമാക്കിയിരുന്നു. റൊണാൾഡോ വരുന്നതിന്റെ ഭാഗമായി കൂടുതൽ സുരക്ഷ ഒരുക്കാൻ ഗോവ പോലീസിന് നിർദ്ദേശം നൽകിയതായും FC ഗോവ മാനേജ്മെന്റ് അറിയിച്ചു. AFC ചാമ്പ്യൻസ് ലീഗ് 2-ൽ അൽ നസർ ഇതുവരെ 2 മത്സരങ്ങൾ കളിച്ചെങ്കിലും ക്രിസ്ത്യാനോ ടീമിലില്ലായിരുന്നു. അതുകൊണ്ട് സൂപ്പർ താരത്തിന്റെ ഗോവയിലേക്കുള്ള വരവും അനിശ്ചിതത്വത്തിലായിരുന്നു. എന്നാൽ സാധ്യതാ ലൈനപ്പിൽ അൽ നസർ ടീം ഇത്തവണ റൊണാൾഡോയുടെ പേര് ഉൾപ്പെടുത്തിയതോടെയാണ് ഇന്ത്യയിലെ കാൽപന്ത് പ്രേമികൾക്ക് തങ്ങളുടെ പ്രിയ താരത്തെ കാണാൻ അവസരവും ലഭിക്കുന്നത്. ലിവർപൂളിനായി മിന്നത്തിളങ്ങിയ സെനഗൽ താരം സാദിയോ മെനെ, ക്രിസ്ത്യാനോയുടെ നാട്ടുകാരനായ ജോവോ ഫെലിക്സ്, ബാഴ്സലോണയുടെയും സ്പെയിനിന്റെയും പ്രതിരോധം കാത്ത ഇനിഗോ മാർട്ടിനസ്, ബയൺ മ്യൂണിക്കിനായി ഗോളുകൾ വാരിക്കൂട്ടിയ ഫ്രഞ്ച് താരം കിങ്സ്ലെ കോമൻ എന്നിവരും അൽ നസർ ടീമിലുണ്ട്. FC ഗോവയ്ക്കെതിരെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളത്തിലിറങ്ങിയാൽ ഇന്ത്യൻ ഫുട്ബോളിൽ അത് പുതിയ ചരിത്രമായി മാറും. അദ്ദേഹത്തെ പോലെ ഇതിഹാസ തുല്യനായ താരം പ്രൊഫഷണൽ ഫുട്ബോളിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ഇന്ത്യൻ ടീമിനെതിരെ രാജ്യത്ത് കളിക്കുന്നത് ഇതാദ്യമാകും. 2011-ൽ മെസ്സി കൊൽക്കത്തയിൽ രാജ്യാന്തര സൗഹൃദ മത്സരം കളിച്ചെങ്കിലും വെനസ്വേലയ്ക്കെതിരെയാണ് കളിച്ചത്. ഫുട്ബോൾ ഇതിഹാസം പെലെ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ കൊൽക്കത്തയിലെത്തി പ്രദർശന മത്സരം കളിച്ചിരുന്നു. എന്നാൽ ആദ്യമായി ഒരു ഇന്ത്യൻ ടീമിനെതിരെ ഭാരതത്തിന്റെ മണ്ണിൽ പന്ത് തട്ടുന്ന ടീം അൽ നസറും അതിലൂടെ ടീം ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും ചരിത്രത്തിന്റെ ഭാഗമാകും. പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ പോർച്ചുഗൽ ദേശീയ ടീമിലും സൗദി ക്ലബായ അൽ നസറിന് വേണ്ടിയുമാണ് കളിക്കുന്നത്. 5 തവണ ബാലൻഡിയോർ പുരസ്കാരവും യുവേഫ പ്ലെയർ ഓഫ് ദ ഇയർ 4 തവണയും ഫിഫ ദ ബെസ്റ്റ് 2 തവണയും 4 തവണ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് തുടങ്ങി റൊണാൾഡോ ഗോൾവല ചലിപ്പിച്ച് നേടിയ പുരസ്കാരങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്തവയാണ്. ലോകത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോൾ മാന്ത്രികനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം 665 മില്യൺ ആണ്. ലോകത്ത് ഇത്രയധികം ഫാൻ ഫോളോവിംഗ് ഉള്ള മറ്റൊരു വ്യക്തി ഉണ്ടാകുമോ എന്നാണ് സംശയം. ആരാധകരുടെ കാത്തിരിപ്പുകൾക്ക് വിരാമം വിട്ട CR7 ഒക്ടോബർ 22-ന് ഇന്ത്യയിൽ ഗോവയുടെ മണ്ണിൽ പന്ത് തട്ടുമ്പോൾ അതിന്റെ ആവേശം ഓരോ കാൽപന്ത് പ്രേമിയും ആസ്വദിക്കുമെന്ന് ഉറപ്പാണ്.